ഭാഷ ഉപയോഗിക്കുന്ന സ്ഥലവും കൂടി സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണെങ്കിൽ പോലും അത് എവിടെ വെച്ച് ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഭാഷയുടെ പ്രശ്നമാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ഈർക്കിലി കൊണ്ട് കുത്തുന്നത് തെറ്റല്ല, പക്ഷെ അവൻ്റെ കണ്ണിലാണ് കുത്തണമെങ്കിലോ? അപ്പോൾ അത്തരത്തിൽ ചില പ്രയോഗങ്ങൾ കൂടി സൂക്ഷിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഭാഷ നല്ലതും അല്ലെങ്കിൽ നല്ല ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് പറഞ്ഞ് ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിക്കുന്ന ഒരു നല്ല നേതാവ്, അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ നാക്കെടുത്ത് കഴിഞ്ഞാൽ സത്യാനന്തര കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഈയിടയ്ക്ക് ഞാൻ കേട്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മതനിരപേക്ഷത, ശരിക്കും മതനിരപേക്ഷത എന്നുള്ള വാക്ക് ശരിയല്ല, മത സൗഹാർദ്ദം എന്നുള്ളതാണ് കൂടുതൽ നല്ല വാക്ക് എന്നുള്ളത് പുതിയ ചർച്ചയാണ്. മതനിരപേക്ഷതയോ മത സഹിഷ്ണുത അതും നല്ലതല്ല എന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ സഹിഷ്ണുത പാടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സൗഹാർദ്ദം പാടില്ല? ഇപ്പോൾ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്താ നിങ്ങളിങ്ങനെ ഒരുമിച്ചാണോ നടക്കണേ? ജബിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് ഞാൻ നല്ല സൗഹൃദം അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ, നിങ്ങൾ അവിടെ അടി കൂടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉടനെ വാളുമായിട്ട് വെട്ടണമെന്നാണോ ജനങ്ങൾ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പാർട്ടിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ക്ഷണിച്ചു, അത് തെറ്റോ ശരിയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അതിന് പറഞ്ഞ പ്രയോഗം ആ ചാണകക്കുഴിയിലേക്ക് ഞാൻ അബദ്ധവശാൽ പോലും വീഴില്ല എന്നുള്ളതാണ്. അപ്പം നോക്കൂ, ഒരു രാഷ്ട്രീയമായ സൗഹാർദ്ദം സ്വന്തം പാർട്ടിയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി അല്ലാണ്ട് മറ്റൊന്നും ശരിയല്ല എന്നുള്ള വിശ്വാസം എന്ത് ആരോഗ്യകരമായ രാഷ്ട്രീയത്തെയാണ് പിന്തുണയ്ക്കുന്നത്? എന്ത് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളത് ഒരു LKG രാഷ്ട്രീയമല്ലേ? അതിലപ്പുറം എന്ത് പറയാനാണ്? അപ്പം ഞാൻ പറയുകയാണ്, കോൺഗ്രസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. അങ്ങനെ ആരില്ല, അതല്ലെങ്കിൽ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, ആ കാലത്ത് തെറ്റും ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം അംഗീകരിക്കുവാൻ രാഷ്ട്രീയമായ സൗഹാർദ്ദമില്ലാത്ത മനസ്സ്, സ്വന്തം രാഷ്ട്രീയത്തിൽ മാത്രമാണ് ശരിയെന്നുള്ളത് മത തീവ്രവാദം പോലെ തന്നെ ഏറ്റവും അപകടകരമായ കാര്യമാണ് ഈ രാഷ്ട്രീയ തീവ്രവാദവും. ഇതും മത തീവ്രവാദത്തെക്കാൾ അപകടകരമായി പോവുകയാണ്. രാഷ്ട്രീയ തീവ്രവാദത്തിൽ ഇത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നവരെ പത്രങ്ങളും പിന്തുണയ്ക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദമാണ് ശരി എന്നുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഐഡിയോളജി നൽകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ തീവ്രവാദത്തെയും നമ്മൾ മത തീവ്രവാദത്തെ എതിർക്കുന്നത് പോലെ തന്നെ ഈ ഭാഷാ തീവ്രവാദത്തെയും, അതിന് കയ്യടി കിട്ടുന്ന മേഖലകൾ അതേപോലെ ഇൻ്റർനെറ്റിലോ ഈ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പത്രദൃശ്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ഭാഷകളെ കാണേണ്ട രീതിയിൽ, തകർക്കേണ്ട രീതിയിൽ, ഒഴിവാക്കപ്പെടേണ്ട രീതിയിൽ ഒഴിവാക്കണമെന്ന് കൂടിയുള്ള ഒരു റിക്വസ്റ്റ്.